പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മണിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ ശക്തമായി മുന്നിലേക്ക് പോവുകയാണ്. ഇതേസമയം സുമിത്രയാകട്ടെ തൻ്റെ നീക്കങ്ങൾ പുതിയ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ കൺമണിയെ കൊന്ന് ആ കുറ്റം ബലരാമന്റെ കഴുത്തിൽ കെട്ടിവെക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചതിനെ തുടർന്നാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ പുതിയൊരു തിരിച്ചടി സുമിത്രയ്ക്ക് ലഭിക്കുന്നത്. സുമിത്രയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് സുമിത്രയുടെ മകൾ തിരികെ എത്തിയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് സത്യങ്ങളെല്ലാം പോലീസിൽ അറിയിക്കണമെന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. ഈ കാര്യം അറിയുന്നത് സുമിത്രയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ സുമിത്ര തൻ്റെ ഭർത്താവിനെ ചെന്ന് കാണുകയാണ്. അയാളോട് കാര്യങ്ങളെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നുണ്ട്. ബലരാമനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി അവനെ രക്ഷപ്പെടുക അത്ര എളുപ്പമായിരിക്കില്ല. പോലീസിൽ മാത്രമല്ല, ഇനിയിപ്പോൾ ഡെഡ് ബോഡി കൂടി പുറത്തു വന്നതിനെ തുടർന്ന് മാധ്യമങ്ങളും കേസ് ഏറ്റെടുക്കും. വൻ വഴിത്തിരിവുകളാവും ഇതിനുശേഷം സംഭവിക്കുക. പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. എന്തായാലും അവൻ അകത്തു പോകും, ആ കാര്യം ഉറപ്പ് തന്നെയാണ്. ഇതോടെ പൊട്ടിച്ചിരിക്കുകയാണ് അവളുടെ ഭർത്താവ്. മാത്രവുമല്ല, ഞാൻ വളരെ നാളുകളായി കാത്തിരിക്കുന്ന ആ ദിവസമാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. ഇനി എനിക്ക് തകർച്ച കാണണം അവരുടെ എന്നുള്ള കാര്യം അയാൾ വ്യക്തമാക്കിയതിനെ തുടർന്നാണ് സുമിത്ര ഈ ചതി തിരിച്ചറിയാനിടയാകുന്നത്. ഇതോടെ സുമിത്ര ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു. കാര്യങ്ങൾ എന്താണ് എന്ന് അയാൾ ചോദിച്ചതിനെ തുടർന്ന് നമ്മുടെ മകൾ നമുക്കെതിരെ നീങ്ങുകയാണ്. അവൾ ഇപ്പോൾ നമ്മുടെ തടവിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു പോയിരിക്കുന്നു. മാത്രവുമല്ല, കൺമണിയെ കാണാനില്ല എന്നുള്ള കാര്യവും അവൾ അറിഞ്ഞു കഴിഞ്ഞു. ഇതിന് പിന്നിൽ നമ്മുടെ കൈകളാണ് എന്ന് അവൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ അവൾ ഒരുപക്ഷെ നമ്മളെ ചതിക്കാൻ സാധ്യതയുണ്ട്. ഇത് കേൾക്കുന്ന അയാൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നമ്മൾ വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരിക്കലും പാടില്ല. ഇതൊന്നും സംഭവിക്കാൻ പാടില്ല, അത് ഉറപ്പ് തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ അവളെ പിടികൂടുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സുമിത്ര. ഇതിന്റെ ഭാഗമായി വീണ്ടും ഗുണ്ടകളെ ഫോൺ ചെയ്തുകൊണ്ട് കൺമണിയെ ഇപ്പോൾ കൊല്ലരുത്, ഇപ്പോൾ കൊന്നാൽ കാര്യങ്ങൾ പുതിയ വഴിത്തിരിവിലേക്കാകും പോവുക. ആദ്യം എൻ്റെ മകളെ പിടികൂടണം, അവൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു. അവളുടെ കാര്യത്തിലൊരു തീരുമാനം തൽക്കാലത്തേക്ക് ആക്കിയേ മതിയാകൂ എന്നുള്ള കാര്യം ഉറപ്പ് പറഞ്ഞതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അവർ. തൽക്കാലത്തേക്ക് നിന്നെ കൊല്ലുന്നില്ല കൺമണി, നിനക്ക് ഇന്നേക്ക് ഭാഗ്യമുണ്ട്. പക്ഷേ അധിക നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ധാരണയൊന്നും നിനക്ക് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അയാൾ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം കൺമണിയെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിക്കുന്നു. മാത്രവുമല്ല, ഇനി അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇതിനിടയിൽ താനറിഞ്ഞ സത്യങ്ങളെല്ലാം പുറത്തു പറയണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ സുമിത്രയുടെ മകൾ. ഇതേസമയം സുമിത്രയുടെ ഗുണ്ടകൾ അവളെ ഫോളോ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ കൃഷ് ആകട്ടെ
കൺമണിയെ കാണാതെ ആകെ അസ്വസ്ഥനായിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയില്ല. എനിക്ക് അവൾ എവിടെയാണ് എന്നുള്ള കാര്യം അറിഞ്ഞേ മതിയാകൂ, അല്ലെങ്കിൽ യാതൊരു സമാധാനവും ഉണ്ടാവുകയില്ല. അതാണ് സത്യം. എന്താണ് എൻ്റെ കൺമണിക്ക് പറ്റിയത്? ആ ഒരു ചോദ്യം എന്നെ അലട്ടുകയാണ്. ഇതോടെ സാഗർ അവിടേക്ക് വന്ന് കൃഷിനെ ആശ്വസിപ്പിക്കുകയാണ്. അവൾക്ക് ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്ന് എനിക്കുറപ്പുണ്ട്. കൃഷ്, നീ ധൈര്യമായി ഇരിക്കൂ. ഇതേ തുടർന്നാണ് കൃഷിനെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തു വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.